പൊങ്കാല നിവേദ്യം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കടക്കുകയാണ് ആറ്റുകാൽ ക്ഷേത്ര പരിസരം. ഈ പ്രധാന അടുപ്പിൽ പണ്ടാര അടുപ്പിൽ ആ വിഭവം ഇപ്പോൾ അത് ദേവിക്ക് സമർപ്പിക്കുക, അവിടെ അത് തീർത്ഥം തളിക്കുക, ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് കൊണ്ടുവന്ന പുണ്യാഹം അതിൽ അർപ്പിക്കുക, പൂക്കൾ അർപ്പിക്കുക, അത് നിവേദിക്കുക എന്നതാണ് ആ ചടങ്ങ്. ആ ചടങ്ങിലേക്കാണ് കടക്കുന്നത്. അത് കഴിഞ്ഞാൽ ക്ഷേത്ര പരിസരത്തും ചുറ്റുപാടുമുള്ള ലക്ഷക്കണക്കിന് അടുപ്പുകളിലേക്ക് ഈ തീർത്ഥം എത്തിക്കുകയും അത് തളിക്കുകയും ചെയ്യും. അത് നിവേദിച്ചു, അത് ഭഗവതി സ്വീകരിച്ചു എന്ന സങ്കല്പത്തിലാണ് പിന്നെ വിശ്വാസികളൊക്കെ അവിടെ നിന്ന് തിരുവനന്തപുരത്തു നിന്ന് അവരവരുടെ നാടുകളിലേക്ക് മടങ്ങുന്നത്. അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മുഴുവൻ ജില്ലകളിൽ നിന്നും കേരളത്തിനകത്തും പുറത്തും നിന്നൊക്കെയുള്ള തീർത്ഥാടകരാണ് അവിടേക്ക്, ഭക്തരാണ് അവിടേക്ക് എത്തിയത്. ഇനിയിപ്പോൾ നമ്മൾ കാണും ചുറ്റുപാട് മുഴുവൻ പൊങ്കാല അടുപ്പുകളിലേക്കും ശ്രീകോവിലിൽ നിന്നുള്ള തീർത്ഥമെത്തും. അത് മുഴുവൻ നിവേദിച്ചു എന്ന സങ്കല്പത്തിൽ തന്നെയാണ് ആ ജോലികൾ. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നഗരത്തിലെ മുഴുവൻ പൊങ്കാല അടുപ്പുകളിലേക്കും ദേവിയുടെ അനുഗ്രഹം എത്തുകയാണ്, അത് തളിക്കുകയാണ്, അത് നിവേദിക്കുകയാണ്. അത് പിന്നീട് അവർ വീടുകളിലേക്ക്, നാടുകളിലേക്ക് കൊണ്ടുപോകുന്നത് പ്രസാദമാണ്. ആ പ്രസാദമാണ് പിന്നീട് വീടുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ആ ക്ഷേത്ര ശ്രീകോവിലിലെ പൂജിച്ച ആ പുണ്യാഹ തീർത്ഥം ആ അടുപ്പുകളിൽ എത്തുന്നു എന്ന് ഉറപ്പുവരുത്താൻ, അത് സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇനിയിപ്പോൾ ഈ ഭക്തലക്ഷങ്ങൾ അവിടെ ആകെ കാത്തു നിൽക്കുന്നത്. അതിനുവേണ്ടി നിയോഗിച്ച പുരോഹിതർ എല്ലാ സ്ഥലത്തേക്കും ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തന്നെ എത്തും. 1:14 കൃത്യസമയത്ത് തന്നെ, ആ കൃത്യമുഹൂർത്തത്തിൽ തന്നെ ആ ചടങ്ങ് പുരോഗമിക്കുകയാണ്. നിവേദ്യം സമർപ്പിച്ചു, അത് ബാക്കി പൊങ്കാല അടുപ്പുകളിലേക്ക് ഇപ്പോൾ എത്തുകയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്.